ഓർക്കിഡുകളിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചെടിയാണ് ഫെനലോപ്സിസ് ഓർക്കിഡ്. ഫെനലോപ്സിസ് ഓർക്കിഡ് എങ്ങനെ നല്ല ആരോഗ്യത്തോടു കൂടി വളർത്താമെന്നും അതുപോലെ അതിൻ്റെ ഇലകളും റൂട്ട്സൊക്കെ നല്ല ആരോഗ്യത്തോടെ വളർത്താമെന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ. നമ്മുടെ ഈ പ്ലാന്റ്സ് നല്ല ആരോഗ്യമുള്ള പ്ലാന്റ് ആണ് എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ഇന്നിപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യണേ. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ഈ വീഡിയോസ് കാണുന്നവർ ഇതെല്ലാം നമ്മൾ സെയിലിനുള്ളതാണ്. അപ്പോൾ ഇതിനകത്തുള്ള പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കോൺടാക്റ്റ് നമ്പർ വയ്ക്കാം, നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഫെനലോപ്സിക്സും അതുപോലെ തന്നെ ഓർക്കിഡിൻ്റെ പല പല വെറൈറ്റീസും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കെയറിങ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കെയറിങ് കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. നമ്മുടെ ഈ ഒരു പ്ലാന്റ് നല്ല ആരോഗ്യമുള്ള ഒരു പ്ലാന്റ് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്ന് ആദ്യം നോക്കാം. ഈ ചെടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മളൊരു ചെടി മേടിക്കാൻ പോകുമ്പോൾ ചെടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് എങ്ങനെ അറിയാൻ പറ്റും? ആരോഗ്യമുള്ള 6 ഇലകളാണ് നമ്മുടെ ഫെലനോപ്സിസിന് ഉള്ളത്. ഈ ഇലകൾ കുറച്ച് കഴിഞ്ഞ് കൊഴിഞ്ഞു പോകും. അടിയിൽ നിന്നാണ് കൊഴിഞ്ഞു പോകുന്നത്. ആഴ്ചയിൽ 2 ഇലകൾ കൊഴിയുന്നത് നന്നായിട്ട് കൊഴിയുന്നുണ്ടെങ്കിൽ അത് പഴുത്ത് കൊഴിഞ്ഞു പോകുന്ന സമയത്ത് സാവധാനം എടുത്ത് കളയേണ്ടതാണ്. ഒരിക്കലും ഇല ഇങ്ങനെ വലിച്ച് പറിച്ചെടുക്കാതെ പയ്യെ കൊഴിഞ്ഞിട്ട് പയ്യെ എടുത്ത് മാറ്റേണ്ടതാണ് കേട്ടോ. പൊട്ടിച്ചെടുത്ത ഭാഗത്ത് ഇൻഫെക്ഷൻ പെട്ടെന്ന് പകരാൻ ചാൻസ് കൂടുതൽ. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോൾ കൊഴിയുന്നോ അപ്പോൾ അത് പയ്യെ എടുത്താൽ മാറ്റിയാൽ മതി. ആഴ്ചയിൽ 2 തവണ ഇല കൊഴിയുകയാണെങ്കിൽ അത് ഓർക്കുക, ഒന്നെങ്കിൽ അത് ഫംഗസിൻ്റെ ബാധയോ അല്ലെങ്കിൽ റൂട്ടിന് ഹെൽത്തി അല്ലാത്തതുകൊണ്ടൊക്കെയാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ് നോക്കിയേ, നല്ല കട്ടിയായിട്ടുള്ള പാല്, ഇലകൾ ഒരിക്കലും ഇങ്ങനെ താഴ്ന്നു കിടക്കാതെ ഇരിക്കുക, അല്ലെങ്കിൽ മഞ്ഞ ഷെയ്ഡൊന്നും വരാതെ നല്ല കട്ടിയായിരിക്കണം നമ്മുടെ ഇലകൾക്ക്. ഒന്ന് ഇലകൾക്ക് മഞ്ഞ കളറൊക്കെ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, ഇലകൾക്ക് ആ ചെടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന്. അതുപോലെ തന്നെ ഇലകൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടൻ തന്നെ നമ്മൾ റീപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഫംഗിസൈഡ് അടിക്കുകയോ എന്തെങ്കിലും ചെയ്യണം. പിന്നെ അതുപോലെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ അത്ര വില കൂടിയൊരു ചെടിയാണിത്. ഒരു ഫെനലോപ്സിൻ്റെ ഒരു പൂവിട്ട ഒരു ചെടി നമ്മൾ പുറത്തുനിന്ന് മേടിക്കണമെങ്കിൽ മിനിമം 500 രൂപയെങ്കിലും കൊടുക്കണം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചെടി നശിക്കാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ റൂട്ടിൻ്റെ കാര്യങ്ങൾ പറയാം. അടുത്തത് നമ്മൾ ഫെനലോപ്സിസ് റൂട്ടിനെ കുറിച്ചാണ് പറയുന്നത്. റൂട്ട് എന്ന് പറയുമ്പോൾ അതിന് 2 ടൈപ്പ് റൂട്ടുകളാണ് ഉള്ളത്. ഒന്ന് നമ്മൾ അടിയിൽ പോയിട്ട് വളരുന്ന റൂട്ടുണ്ട്, പിന്നെ രണ്ടാമത് പുറത്തോട്ട് മുകളിലോട്ട് പൊങ്ങി വളരുന്ന റൂട്ട്. അത് നമ്മൾ ഏരിയൽ റൂട്ട്സ് എന്നാണ് പറയുന്നത്. അതായത് റീപോർട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ പോട്ടി മിക്സ് വെച്ചിട്ട് മൂടി വയ്ക്കുകയൊക്കെ ചെയ്യും നമ്മൾ ഫെനലോപ്സിസ് അങ്ങനെ ചെയ്യുന്ന സമയത്ത്. അങ്ങനെ സമയത്ത് ഫെനലോപ്സിസ് മൂടി വെച്ച് കഴിഞ്ഞാൽ ഏരിയൽ റൂട്ട്സിൻ്റെ മുകളിലേക്ക് എയറൊന്നും പോവാതെ ഇങ്ങനെ തങ്ങി നിന്നിട്ട് അതിന് ആ ഹ്യൂമിഡിറ്റിയുടെ പ്രശ്നം കാരണം ആ റൂട്ടൊക്കെ ചീഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്, അല്ലെങ്കിൽ നമ്മൾ ഉണങ്ങി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളത് നന്നായിട്ട് ശ്രദ്ധിക്കണം. നല്ല കാറ്റും വെളിച്ചമുള്ള സ്ഥലത്തൊക്കെ മാറ്റി വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ റൂട്ട് അതൊരു വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ഫെനലോപ്സിൻ്റെ റൂട്ടിന്. അതുപോലെ തന്നെ നമ്മുടെ ചെടിക്ക് വെള്ളം കൊടുക്കുന്ന രീതി. ഒന്നും നമ്മൾ ഫെനലോപ്സിന് എന്തോരം വെള്ളം കൊടുക്കണമെന്ന് എല്ലാവരും ചോദിക്കേണ്ടത്. സാധാ ഒരു ഡെൻഡ്രോബിയം ചെടിക്ക് കൊടുക്കുന്നതിൻ്റെ ലേശം കുറച്ച് മാത്രം മതി നമ്മുടെ ഫെനലോപ്സിസിന് വെള്ളം കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് സർക്കുലേഷൻ ഇല്ലെങ്കിൽ വേര് പെട്ടെന്ന് ചീഞ്ഞ് പോവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ 2 ദിവസം കൂടുമ്പോഴെങ്കിലും വെള്ളം ഒഴിച്ചാൽ മതി. കാരണം കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് ചീഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചെറിയ ചകിരിനാര് പോലുള്ള പോട്ടി മിക്സും അതുപോലെ തന്നെ കരി കഷ്ണങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ചെടിക്ക് ആ ഒരു തണുപ്പ് നിൽക്കും. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെള്ളം കൊടുത്താൽ മതി. പക്ഷേ നമ്മുടെ ചെടിക്ക് തീരെ വെള്ളം കൊടുക്കാതെ കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ വന്നിട്ട് നമ്മുടെ വേര് പെട്ടെന്ന് ഉണങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ പോട്ടിലാണ് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഹോൾസ് ഉള്ള പോട്ടിൽ വയ്ക്കുക. പിന്നെ അത് ഈ ചെടി എപ്പോഴും നമ്മൾ പോട്ടി മിക്സിലോട്ട് മാറ്റിയിട്ട് വേറെ ഇതിനകത്തോട്ട് മാറ്റിയിട്ട് നമ്മൾ ഹോളുള്ള പോട്ടിലോട്ട് മാറ്റി കൊടുത്താൽ മതി. എപ്പോഴും നമ്മുടെക്ക് ഒരു എയർ സർക്കുലേഷൻ കിട്ടണം. നന്നായിട്ട് സൂര്യപ്രകാശം അതുപോലെ തന്നെ വെളിച്ചവും വായുവും എല്ലാം കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ ചെടി നല്ല രീതിയിൽ പൂക്കൾ തരുള്ളൂ. പിന്നെ അതുപോലെ ഫെർട്ടിലൈസർ കൊടുക്കുന്ന കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഫെനലോപ്സിസിന് എന്തൊക്കെ ഫെർട്ടിലൈസർ കൊടുക്കാം എന്നും വയ്ക്കാം. നമ്മൾ നോർമൽ ഓർക്കിഡ്സിന് കൊടുക്കുന്ന ഫെർട്ടിലൈസർ നമ്മുടെ ഇതിനും നമുക്ക് കൊടുക്കാൻ പറ്റും. ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് NPK 13-10-10 അത് നമ്മൾ ചെടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് അത് കൊടുക്കാം. NPK 13-27-27 നമുക്ക് പൂവിടാനും കൊടുക്കാം. ഇത് മാറി മാറി നമുക്ക് ഓരോ ആഴ്ചയിലും മാറി കൊടുക്കാം. അത് മൈൽഡായിട്ട് ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ ഫെർട്ടിലൈസർ അടിച്ച് കൊടുക്കുമ്പോൾ ഏരിയൽ റൂട്ട്സിലും ഇലയിലും നന്നായിട്ട് അടിച്ചു കൊടുക്കുക. ഒരിക്കലും
കൂമ്പ് ഭാഗത്ത് നമ്മൾ ഒരിക്കലും ഫെർട്ടിലൈസറോ അല്ലെങ്കിൽ നനയ്ക്കുന്ന സമയത്തോ ഒന്നും കൊടുക്കരുത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചെടി പെട്ടെന്ന് നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കൂമ്പിൽ വെള്ളം കെട്ടിക്കിടന്നിട്ട് ആ ചെടി നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ വേര് റൂട്ട്സിലോട്ടും അതുപോലെ തന്നെ ഇലകളിലും ഇലയിലൊക്കെ നന്നായിട്ട് തുണി വെച്ചിട്ട് തുടച്ചൊക്കെ കൊടുക്കണം, നല്ലതാണ്. അങ്ങനെ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓർക്കിഡ്സിൻ്റെ ആ ഒരു കട്ടി നോക്കിയേ, ലീവ്സ് നല്ല ഹെൽത്തിയും നല്ല കട്ടിയുള്ള ലീവ്സാണ്. അപ്പോൾ അത്യാവശ്യം നമ്മൾക്ക് കൊടുക്കുന്നതെല്ലാം നല്ല പൂക്കളോടുകൂടിയുള്ള തൈകളോടുകൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ സീഡ്ലിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങിക്കുക. ഇതെല്ലാം നമ്മൾ സെയിലിന് വേണ്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ പിന്നെ നമ്മൾ വളം കൊടുക്കുന്ന സമയത്ത് പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഓർഗാനിക് ഫെർട്ടിലൈസർ യൂസ് ചെയ്യാമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഓർഗാനിക് ഫെർട്ടിലൈസർ നമുക്ക് ചെടിക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ഓർഗാനിക് ഫെർട്ടിലൈസർ നമുക്ക് വീട്ടിൽ കൊടുക്കാം. തേങ്ങാ വെള്ളം പുളിപ്പിച്ചിട്ട് കൊടുക്കാൻ പറ്റും, പച്ചക്കറിയുടെ പഴകിയ വെള്ളം കൊടുക്കാൻ പറ്റും, ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടുള്ള അതിൻ്റെ വെള്ളം, പച്ചരിയുടെ വെള്ളമൊക്കെ കൊടുക്കാം നമുക്ക്. അതുപോലെ തന്നെ ശീമക്കൊന്ന ഇലയും കറ്റാർവാഴയും അരച്ചിട്ട് അത് ജ്യൂസാക്കി നേർപ്പിച്ച് സ്പ്രേ ചെയ്യാം. ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് മഴക്കാലത്ത് ഒരിക്കലും കൊടുക്കാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഫംഗിസൈഡ് എപ്പോഴും കൊടുക്കണം, സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ പൂക്കൾ ഉണ്ടാവുന്ന സമയത്ത് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഫ്ലവറിങ് ടൈം, ഫെനലോപ്സിസിന് പൂവിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു താപനിലയിലുള്ളൊരു വ്യത്യാസം ഉണ്ട്. അതായത് ഫെനലോപ്സിസിന് ഷൂട്ട് ഇലയിൽ നിന്നാണ് പൊങ്ങി വരുന്നത്. അതുകൊണ്ട് ഉണ്ടാകാൻ നിൽക്കുന്ന പഴയ ഷൂട്ട് കട്ട് ചെയ്ത് ഒരിക്കലും കളയരുത്. അത് വീണ്ടും പുതിയ ബഡ്സായിട്ട് വരും. നന്നായിട്ട് ഷൂട്ട്സ് വരണമെങ്കിൽ ചെടിയെ പുറത്ത് വെച്ചാൽ ആ പകലും രാത്രിയും തമ്മിലുള്ള ഒരു ടെമ്പറേച്ചർ വ്യത്യാസം കൊണ്ട് ഷൂട്ട് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്, പൂക്കളും വരും. അപ്പോൾ അതുകൊണ്ട് ഫെനലോപ്സിസ് അകത്ത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഷൂട്ട് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. പൂവ് കൊഴിഞ്ഞു പോയാൽ ഒരിക്കലും ഷൂട്ട് കട്ട് കളയാതിരിക്കുക. അതിൽ നിന്ന് പിന്നെയും മുട്ടുകൾ ഇങ്ങനെ പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ഫെനലോപ്സിസിൽ ഒരിക്കലും വെള്ളം ഒഴിക്കുന്ന സമയത്താണെങ്കിലും കൂമ്പിലോട്ട് ഒഴിക്കാതിരിക്കുക. അപ്പോൾ നല്ല സൂര്യപ്രകാശവും അത്യാവശ്യം വെളിച്ചവും വായുവും കിട്ടുന്ന സ്ഥലത്ത് താപനിലയിലുള്ള വ്യത്യാസം കാരണം നമുക്ക് പൂക്കൾ വരാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഫെനലോപ്സിസിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട പൂക്കൾ വെള്ളം കെട്ടിക്കിടക്കരുത്, അതായത് കൂമ്പിലോട്ട് വെള്ളം കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കുക. നമുക്ക് പല ടൈപ്പിലുള്ള പോട്ട്സ് മേടിക്കാൻ, നെറ്റിൻ്റെ പോട്ട്, അത് നമുക്ക് തൂക്കിയിടാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് മണ്ണിൻ്റെ ക്ലേ പോട്ട് വാങ്ങിച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ വേറെ ഇതിലേക്ക് നമുക്ക് ഇറക്കി വെക്കാം. അപ്പോൾ എപ്പോഴും വേരുകളൊക്കെ നന്നായിട്ട് പുറത്തോട്ട് വളരാനായിട്ട് എപ്പോഴും നല്ലത് മണ്ണിൻ്റെ പോട്ടാണ്. അത് നല്ല ഹോളുള്ളതാണെങ്കിൽ എപ്പോഴും നല്ലതാണ്. അപ്പോൾ അതിൽ കൂടുതൽ തണുപ്പ് കിട്ടുകയും ചെയ്യും, ചെടിക്ക് റൂട്ട്സുകളൊക്കെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഹോളുള്ള സ്ഥലത്തോട്ട് നട്ട് വളരാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എപ്പോഴും മണ്ണിൻ്റെ ആ ഒരു പോട്ട് നമുക്ക് നട്ടു കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ ഇതുപോലെ സ്റ്റിക്ക് പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നേരെ നല്ല കറക്റ്റായിട്ട് തന്നെ പൂക്കളായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നല്ല വെളിച്ചവും വെട്ടവും ഉള്ള സ്ഥലത്ത് നമ്മളിത് ചെടി വളർത്തുക. അപ്പോൾ തന്നെ നല്ല രീതിയിൽ നമ്മുടെ ഈ ചെടി വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഫെനലോപ്സിസ് ചെടി നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വില കൂടിയ ചെടിയാണ്. അതുപോലെ നമ്മുടെ ഈ പ്ലാന്റ് ഇതാ നോക്ക്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമുക്ക് പെട്ടെന്ന് കൊറിയറിൽ നമ്മൾ അയച്ചു തരുന്നതാണ്. ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം പുതിയ വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.